ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ മൂലമന്ത്രമായ ദ്വാദശാക്ഷരി മന്ത്രം അതിശ്രേഷ്ഠവും വിശിഷ്ടവുമാണ്. ഈ മന്ത്രം ഭക്തിയോടു കൂടി നിത്യേനെ 11 പ്രാവശ്യമോ 108 പ്രാവശ്യമോ ഉരുവിടുന്നത് അതിശ്രേഷ്ഠമാണ്. നമുക്ക് ദ്വാദശാക്ഷരി മന്ത്രത്തെക്കുറിച്ച് കൂടുതലായി അറിഞ്ഞാലോ? ഇതാണ് ദ്വാദശാക്ഷരി മന്ത്രം. ഓം നമോ ഭഗവതേ വാസുദേവായ. 12 അക്ഷരങ്ങൾ ചേർന്ന മൂലമന്ത്രമാണ് ഭഗവാന്റെ ദ്വാദശാക്ഷരി മന്ത്രം. ലളിതമായ സംസ്കൃത പദവാക്യമാണിത്. എന്നാൽ അതിൻ്റെ സാരാംശം അതീവ മഹത്വവുമാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന 12 അക്ഷരങ്ങളിൽ ഓം പരമപ്രദവും അനന്തവുമായ ഒരാത്മാവിനെ അല്ലെങ്കിൽ വ്യക്തിയെ സൂചിപ്പിക്കുന്നു. നമോ എന്നാൽ നമിക്കുക അല്ലെങ്കിൽ ആരാധിക്കുക എന്നാണ് അർത്ഥം. ഭഗവതി എന്നാൽ സംസ്കൃതത്തിൽ ദൈവം എന്നാണ് അർത്ഥം. എല്ലാ ഐശ്വര്യങ്ങളുടെയും ഭാഗ്യങ്ങളുടെയും നാഥനായവൻ ആരോ അവൻ ഭഗവാൻ എന്നും മറ്റൊരർത്ഥവുമുണ്ട്. വാസുദേവായ എന്നാൽ വസുദേവരുടെ പുത്രൻ എന്ന അർത്ഥത്തിൽ വാസുദേവൻ എന്ന് പറയുന്നു. വാസു എന്നാൽ എല്ലാ ജീവജാലങ്ങളുടെയും ജീവൻ എന്നും ദേവൻ എന്നാൽ ദൈവം എന്നും അർത്ഥമാകുന്നു. വാസുദേവൻ എന്നാൽ എല്ലാ ജീവജാലങ്ങളുടെയും ജീവനായ ദൈവം എന്നാണ് അർത്ഥം. അതായത് ഈശ്വരൻ തന്നോട് കൂടെയുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന മഹാമന്ത്രം കൂടിയാണ് ദ്വാദശാക്ഷരി മന്ത്രം. ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ ആ ജഗദീശ്വരന്റെ അനുഗ്രഹവും മോക്ഷവും പ്രാപ്തമാവുന്നു. നമുക്ക് ഏവർക്കും ഭക്തിയോടുകൂടി ഭഗവാന്റെ ദ്വാദശാക്ഷരി മന്ത്രം ജപിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ.